ഇന്ന് പയ്യനങ്ങാടി പ്രദേശത്തും ആലത്തൂർ പ്രദേശത്തും അതേപോലെ തന്നെ താഴേപ്പാലം കടൂലങ്ങാടി പൂങ്കോട്ടുകുളം എന്നീ പ്രദേശങ്ങളൊക്കെ തന്നെ അതാത് മേഖലയിലുള്ള കൗൺസിലർമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെട്ടുകൊണ്ട് നേതൃത്വം വഹിച്ചുകൊണ്ട് പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ്. ആരോഗ്യമുള്ള ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യമാണ്. സമ്പത്തുണ്ടായിട്ട് കാര്യമില്ല, ആരോഗ്യമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. മഴക്കാല പൂർവ്വകാല ശുചീകരണത്തിൻ്റെ ഭാഗമായി നമ്മുടെ ഈ പ്രദേശങ്ങളിലുള്ള മാലിന്യങ്ങൾ പൂർണ്ണമായും മുക്തമാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ വെള്ളക്കെട്ടുകൾ മഴ വരുന്നതോടുകൂടി നമ്മുടെ വീടുകളിലും ചുറ്റുവട്ടങ്ങളിലും പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ടുകൾ വരാതെ സൂക്ഷിക്കേണ്ടത്. കാരണം വെള്ളക്കെട്ടുകൾ വന്നു കഴിഞ്ഞാൽ അവിടെ കൊതുകൾ വന്ന് മുന്നോട്ടുകയും ഡെങ്കി പോലത്തെ മാരകമായ അസുഖങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് ഈ യജ്ഞത്തിൽ പങ്കെടുത്ത ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും അതേപോലെ തന്നെ നമ്മുടെ സന്നദ്ധ പ്രവർത്തനത്തിൽ ഇറങ്ങി തിരിച്ചുള്ള മുനിസിപ്പൽ ജീവനക്കാരെ, കണ്ടിജന്റ് ജീവനക്കാരെ, ഹരിതകർമ്മ സേനയിലെ ജീവനക്കാരെ, അതേപോലെ തന്നെ നമ്മുടെ NSSൻ്റെ കോർഡിനേറ്ററും നമ്മളെ പോളിടെക്നിക് അധ്യാപകനും കൂടിയായ മുഴുവൻ ആളുകളെയും ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ആളുകളെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഇതിന് ഔദ്യോഗികമായി ഉദ്ഘാടനം നിർവഹിച്ചതായി ആശംസ പറയാൻ റിയാസ് കൗൺസിലർ